ശ്രീമദ് ഭാഗവതത്തെ അധികരിച്ച് 10-30-35 പണ്ഡിതന്മാരും സന്യാസിമാരും തപസ്വികളുമെല്ലാം ഉൾപ്പെടെ ഇവിടെ വന്ന് നമ്മുടെ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലുള്ള പല വിഷയങ്ങളെയും അടിസ്ഥാനമാക്കി നമ്മുടെ ശ്രീമദ് ഭാഗവത കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം വേണ്ടതുപോലെ വിശകലനം ചെയ്ത് വിശദമാക്കി ശ്രോതാക്കളെ ഉദ്ബോധിപ്പിക്കണം എന്നതാണ് ഉദ്ദേശം, ലക്ഷ്യം. ആ ലക്ഷ്യം വേണ്ടതുപോലെ നിറവേറിയാൽ മാത്രമേ ഈ സത്രം എന്ന് പറയുന്ന മഹത്പുണ്യ ഉദ്യമം സഫലമാകും. അതിൽ സാധാരണ ഞാനും സംസാരിക്കാറുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ പ്രത്യേകമായ ഒരു വിഷയത്തെ അങ്ങനെ അടിസ്ഥാനമാക്കി സംസാരിച്ചില്ലെങ്കിലും മൊത്തത്തിൽ ശ്രീമദ് ഭാഗവതത്തെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്. ഇത്തവണ എന്നോട് ചിലർ പറയുണ്ടായി, സ്വാമിജി കപിലോപദേശം സ്വാമിജി ഒന്ന് പറയാമോ എന്ന്. അപ്പം ഞാനങ്ങനെ ഒറ്റ തിരിച്ച് കപിലോപദേശം അങ്ങനെ പറയുക അങ്ങനൊരു സമ്പ്രദായമല്ലല്ലോ നമ്മുടെ. വേദാന്തം പൊതുവെ പറയുന്ന ഒരാളാണല്ലോ. പക്ഷേ ഈ കപിലൻ ഉപദേശിച്ചിട്ടുള്ള സാഖ്യം ആദ്യമായി ശ്രീമദ് ഭാഗവതം വേദാന്തത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഘട്ടമാണത്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ആ പാരമഹംസ സംഹിത എങ്ങനത്തതാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഇവിടെ സത്രം തുടങ്ങി അധികം താമസിക്കാതെ ചിലരൊക്കെ എഴുതി തുടങ്ങി. പ്രധാനപ്പെട്ട മാസികയിലൊക്കെ 80% ശ്രീമദ് ഭാഗവതം വേദാന്തമാണ്, ഉപനിഷത്താണ്. സത്യത്തിൽ അങ്ങനെയാണ്. 80% അത് വേദാന്തമാണ്. അങ്ങനെ ഇരിക്കെ ആ വേദാന്ത തത്വമൂല്യ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടത്ര മുൻതൂക്കം കൊടുത്തുകൊണ്ട് വേണം ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കാൻ. എന്നാൽ ഈ സപ്താഹത്തിൽ അത് സാധാരണ നടക്കാറില്ല. അതിൽ കഥ പറഞ്ഞു പോകും. 10-35 മണിക്കൂറിലേറെ മൂലം പാരായണം ചെയ്യാൻ തന്നെ വേണം. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ പാരായണത്തിനെടുത്താൽ പിന്നെ കാര്യമായിട്ട് പറയാനൊന്നും പറ്റില്ല, എളുപ്പമല്ല. അപ്പോൾ കഥ പറയും വേണമല്ലോ. അങ്ങനെ ഓരോരോ ചിട്ടപ്പെടുത്തിയിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ കപിലോപദേശം എന്നൊരു രംഗവും ഉണ്ടാവും. ഒരു പക്ഷേ ഇവിടെ പറഞ്ഞു കാണും, അല്ലെങ്കിൽ പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ കപിലോപദേശം അല്ലെങ്കിൽ കപിലൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിയാവുമോ ചോദിച്ചപ്പോൾ എന്നോടിവിടെ പറഞ്ഞത്, സ്വാമിജി പറയണം, അതങ്ങനെ നടക്കട്ടെ, മറ്റുള്ളതിനെ പറ്റി ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇവിടെ കപിലോപദേശത്തിന് വിഷമമുണ്ടെങ്കിൽ അപ്പം ഞാൻ വേറെ ഒരു ഭാഗം എന്തെങ്കിലും എടുത്ത് പറയാമെന്ന് വിചാരിച്ചു. ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ അവസാനം ഉപദേശിച്ചത് ദ്വാരകയിൽ നിന്ന് ഏകാന്തമായി വിശ്രമം കൊള്ളുന്ന സമയത്താണ് ഉപദേശിച്ചത്. ആരെ? ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തനാണ്, ഉപദേഷ്ടാവുമാണെന്ന് പറയാൻ വേണമെങ്കിൽ ഉദ്ധവനോട്. അതിൽ ആദ്യം ഉദ്ധവനെ ധരിപ്പിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, വളരെ വിശേഷപ്പെട്ടതാണ്. ഒരു സംഗ്രഹമാണത്. അതിൻ്റെ വിസ്തൃത രൂപമാണ് പിന്നെ ഉപദേശിക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവർ പറയണു, സ്വാമിജി കപിലിൻ്റെ ഭാഗങ്ങളെടുത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുന്നു. അത് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ശ്രീമദ് ഭാഗവതം പല വിധത്തിലുള്ള ഉദാഹരണങ്ങളും ദൃഷ്ടാന്തങ്ങളും നമ്മുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും, 3 കുട്ടികളെയാണ് ശ്രീമദ് ഭാഗവതം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ ശമീക മഹർഷിയുടെ മകൻ ശൃംഗി. ആ ശൃംഗി പെട്ടെന്ന് അച്ഛൻ്റെ കഴുത്തിൽ ആരോ ഒരാൾ ചെത്ത പാമ്പിനെ അങ്ങോട്ട് മാലയാക്കി ഇട്ടു എന്നങ്ങോട്ട് കേട്ടപ്പോൾ ദേഷ്യപ്പെട്ട്, ഒരു രാജാവോ ക്ഷത്രിയനോ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവരാരും ഇങ്ങനെയുള്ള ഒരു സാഹസം ചെയ്യില്ല. ക്ഷത്രിയൻ്റെ കയ്യിനാണോ ഊക്ക്, അതോ തപസ്വികളായിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരുടെ മനസ്സിനാണോ ഊക്ക് എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഉടനെ നദിയിലിറങ്ങി കയ്യിൽ വെള്ളമെടുത്ത് ഒരു ശാപം 7-ാം ദിവസം ജീവിച്ചിരിക്കുന്ന പാമ്പ് വന്ന് കടിച്ച് ആ കടിത്തിയിൽ വെന്ത് വെണ്ണീറാവട്ടെ ആ ആള് എന്ന് പറഞ്ഞൊരു ശാപം കൊടുത്തു. അത് കേട്ടപ്പോൾ ശമീക മഹർഷി പറയുകയാണ്, എൻ്റെ പൊന്നു മോനെ, നീ എന്താ ഇങ്ങനെ ചെയ്തത്? ചെറിയ ഒരു തെറ്റിന് ഇത്ര വലിയ ശിക്ഷ നീ തനിയിലോ? ഇത് തപസ്വികളായിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിനോ പാരമ്പര്യത്തിനോ പെരുമാറ്റത്തിനോ ഒന്നിനും ചേരുന്നതല്ല എന്ന് പറഞ്ഞ് മകനെ ഉപദേശിക്കുന്ന ഒരു രംഗത്തോടു കൂടിയാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. നിങ്ങൾ ഈ കഥകളൊക്കെ കേൾക്കും. അന്ന് നടന്നു, പരീക്ഷിച്ച് ചെയ്തു, ശപിച്ചു, ശാപമോക്ഷം അങ്ങനെയൊക്കെ പറയും.
നമ്മൾക്ക് അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് വേണ്ടപ്പെട്ടവർ അച്ഛനാകട്ടെ അമ്മയാകട്ടെ ആ തെറ്റിനെ എങ്ങനെ നോക്കി കാണണം, ആ കുട്ടിക്ക് തക്കതായ ഒരു തിരുത്ത് എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിലെ പ്രതിപാദ്യം. നമ്മൾ ഈ കഥകളോ പുരാണങ്ങളോ കേൾക്കുന്നുണ്ടെങ്കിൽ എപ്പോഴോ നടന്ന വിഷയങ്ങളാണ്. പക്ഷേ അതിൽ എന്നേക്കുമുള്ള ഒരു തുടർച്ചയുണ്ട്. അതിൽ അച്ഛനമ്മമാരും കുട്ടികളും അന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ടായിരുന്നു. അല്പസ്വല്പം തപസ്വികൾ ഇന്നുമുണ്ട് അന്നുമുണ്ടായിരുന്നു. ആ തപസ്വി ഹൃദയത്തെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി ആ കുട്ടിയെ ഉപദേശിച്ച രീതി ഉണ്ടല്ലോ, ആ രീതി എന്നേക്കും വളർത്തുന്ന അച്ഛനമ്മമാർക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാതൃകയാണ്. നിങ്ങളുടെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? ആ കുട്ടികളെ എന്താണ് ഉദ്ബോധിപ്പിക്കുക? നമ്മൾ തപസ്വികളല്ലേ, നമ്മൾ സംയമശീലന്മാരല്ലേ? എന്തു തന്നെ വന്നാലും നമ്മുടെ മനസ്സിന് ക്ഷോഭമേൽക്കാൻ പാടുണ്ടോ? ബാക്കിയുള്ളവർ എത്ര കഠിനമായി ഉപദ്രവിച്ചാലും ആ ഉപദ്രവത്തിന് പ്രതികാരത്തിന് നമുക്ക് ശക്തിയുണ്ട്, ആത്മബലമുണ്ട്, തപസ്സുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നാം അത് സഹിക്കാറാണല്ലോ ഉള്ളത്. എൻ്റെ പൊന്നുകൂട്ട, നമുക്ക് ആത്മാവല്ലേ എല്ലാറ്റിനും പ്രമാണം. അതെല്ലാം സഹിക്കുന്നതാണല്ലോ. ഈ സഹനശക്തി വിട്ടുപോയിക്കൂടാ. എന്തേ നിങ്ങൾക്കിങ്ങനെ അടിതെറ്റിയത്? പരീക്ഷിതനോ അടിതെറ്റി, എൻ്റെ പൊന്നുമോനെ നിനക്കെന്തിന് അടിതെറ്റിയപ്പാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിരുത്താണ് നാം അവിടെ കാണുന്നത്. ആദ്യത്തെ കുട്ടിയാണ് നമ്മുടെ മുൻപിൽ ഭാഗവത കർത്താവ് അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 5 വയസ്സുള്ള ധ്രുവനെയാണ് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. അച്ഛനാലും ചെറിയമ്മയാലും കവിഞ്ഞ തോതിൽ അപമാനിക്കപ്പെട്ട ആ കുട്ടി ധ്രുവൻ കരഞ്ഞ് അമ്മയുടെ അടുത്ത് പോയപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് തട്ടിത്തലോടി സമാധാനിപ്പിച്ചെങ്കിലും ആ കുട്ടിയെ സത്യം ഉദ്ബോധിപ്പിക്കുക ചെയ്തത് സുനിധി. എന്താ സുനിധി ചെയ്തത്? ഈ രാജധാനിയിൽ നിനക്കൊരിക്കലും നീതി കിട്ടില്ല, എനിക്കുമില്ല നീതി, അമ്മയ്ക്കില്ലാത്ത നീതി മകന് കിട്ടാൻ പോകുന്നുണ്ടോ? അതുകൊണ്ട് നിനക്ക് എന്നേക്കുമായിട്ടുള്ള അച്ഛൻ്റെ മടി കിട്ടാൻ വേണ്ടി നീ തന്നെ മധുവനത്തിൽ പോയി തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തൂ എന്ന് പറഞ്ഞ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി 5 വയസ്സായ കുട്ടിയെ ഒരു തുണയുമില്ല, ആരുമില്ല, കാവലുമില്ല പറഞ്ഞയച്ചു ആ അമ്മ. ശ്രീമദ് ഭാഗവതം ഭക്തിഗ്രന്ഥമാണ്, ഭഗവത് ഗ്രന്ഥമാണത്. ഭക്തി കൊണ്ട് ഒരു ഭക്തനെ എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും, എന്തെങ്കിലും കുറവ് വരുമോ വരില്ലയോ, എല്ലാം തന്നെ പരിഹരിച്ച് മനസ്സിനെ നിറയ്ക്കാനും സമ്പുഷ്ടമാക്കാനും സമ്പന്നമാക്കാനും ധന്യമാക്കാനും സാഫല്യദീപ്തി നിറയ്ക്കാനും ശക്തി ഉള്ളതാണോ ഭക്തി? അതോ ഇത് ഒരു ശുഷ്കമായിട്ടുള്ള അനുധാവനമോ എന്ന് വളരെ വ്യക്തമായി എപ്പോഴും പറയുന്നതാണ് ഈ ഗ്രന്ഥം. കുട്ടി ഇടം വലം നോക്കാതെ പോയി കാട്ടിലേക്ക്, പെരുങ്കാട്ടിലേക്ക്. അതിൻ്റെ ഒത്ത നടുവിലായിരുന്നു നമ്മുടെ ധ്രുവൻ്റെ തപസ്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അപമാനിക്കപ്പെട്ട ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞയക്കാനുള്ള ഭക്തി നിങ്ങൾക്കുണ്ടോ? ഭഗവത് വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല? ആ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായി? സുനീതി ആവാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം? കുട്ടികളെ പെറ്റാൽ മതിയോ, വളർത്തിയാൽ മതിയോ? അവർക്ക് വേണ്ട ഉപദേശം നമ്മൾ നൽകണ്ടേ? ആ ഉപദേശത്തിൽ നമുക്ക് കുട്ടിയെ കൈവിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടി വന്നാൽ പോലും അമ്മ അതിന് തയ്യാറാവണ്ടേ? അമ്മ എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം? അച്ഛൻ എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം? ഒരു കുട്ടി ജനിച്ചു, വല്ല വിധവും അങ്ങനെ വളർത്തിക്കൊണ്ടുവരികയല്ല. സാമ്പത്തികമായി ഏറ്റക്കുറച്ചിലുകൾ നമുക്കുണ്ടായി എന്ന് വരാം, അത് നമ്മെ ആശ്രയിച്ചിരിക്കുന്നതല്ല. പക്ഷേ മാനസമായിരിക്കുന്ന സമ്പത്തിനോ നിറവിനോ ഒരു കാലത്തും ഒരു കോട്ടവും വരാതെ നോക്കുന്നതിനാണ് ഈ ഭക്തി എന്ന് പറഞ്ഞ പരിശീലനവും പ്രയോഗവും. മഹീയസാ ഭക്തി പ്രയോഗേണ എന്നൊക്കെയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രയോഗം. വളരെ പ്രബലമായിരിക്കുന്ന ഭക്തി പ്രയോഗം കൊണ്ട് മനസ്സിന് വേണ്ടതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും, എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയ മെഷീനാണ്, ഡ്രില്ലിംഗ് മെഷീൻ. ആ മെഷീൻ കൊണ്ട് മനസ്സിനെ ഡ്രില്ല് ചെയ്ത് അതിന് വേണ്ട ഗുണങ്ങൾ മുഴുവനും അതിൽ നിറയ്ക്കാൻ നമുക്ക് സാധിക്കും. അത്യന്തം പ്രബലമാണ് ഭക്തി പ്രയോഗം. ഇനി ഒരു കുട്ടിയെ നമ്മൾ കാണുന്നത് പ്രഹ്ലാദനെയാണ്. ഇങ്ങനെ കയറി വരുന്നതാണ് അവരുടെ ദൃഷ്ടാന്തങ്ങൾ.
സ്വന്തം അച്ഛൻ തന്നെ വാളൂരി കഴുത്ത് വെട്ടാൻ പുറപ്പെട്ട് കഴിഞ്ഞു, ഒരടി വെച്ചു, ഇനി കഴുത്ത് വെട്ടലേ ബാക്കിയുള്ളൂ. അത്രയും ആയപ്പോഴും ആ അച്ഛന് കഴുത്ത് വെട്ടാൻ കഴിഞ്ഞില്ല. അദൃശ്യമായിരിക്കുന്ന ഹസ്തങ്ങൾ അവിടെ ഇടപെട്ട് മകൻ്റെ നേരെ എടുത്തു വെച്ച കാല് തൂണിൻ്റെ നേരെ തിരിഞ്ഞു. എന്നിട്ടൊരു ഇടി അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് കടകടാന്നൊരു ശബ്ദത്തോടു കൂടി അവിടുന്ന് പുറപ്പെട്ടത്. അന്നേ വരെ കണ്ടിട്ടില്ലാത്ത അദൃശ്യ രൂപം. ന മൃഗം ന മാനുഷം എന്നൊക്കെയാണ്. അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ. കേൾക്കുന്നുണ്ടാവും നമ്മൾ. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. എവിടെയാടാ നിന്റെ ബലം? ഏത് ബലം ആശ്രയിച്ചിട്ടാണ് നീ എന്നോട് ഇത്രയധികം ധിക്കാരം കാണിക്കുന്നത്? എൻ്റെ പൊന്നച്ഛ, ബലമെല്ലാം കൂടി ഒന്നേ ഉള്ളൂ ഈ ലോകത്തിൽ. ഇവിടെ ഇന്ദ്രനും ചന്ദ്രനും ദിക്പാലന്മാർക്കും എല്ലാവർക്കും അങ്ങയ്ക്ക് പോലും ബലമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. അതാണ് ശ്രീഹരി. എവിടെയാ നിന്റെ ശ്രീഹരി? എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഈ തൂണിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം. തൂൺ ഉണ്ടോ ചോദിച്ചപ്പോൾ ഒരു സംശയവും കൂടാതെ 7 വയസ്സായ കുട്ടി നിസ്സംശയം പറഞ്ഞു, എൻ്റെ ശ്രീഹരി എല്ലായിടത്തുമുണ്ട്, തൂണിലുമുണ്ടെന്ന്. 70കാരുണ്ടാവും ഈ സദസ്സിൽ. നിങ്ങൾ പറയുമോ എത്ര കാലം ഈ പുഷ്പിടാൻ തുടങ്ങിയിട്ട്, കുറുതൊറാൻ തുടങ്ങിയിട്ട്, ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങിയിട്ട്, രാമരാമ കൃഷ്ണ കൃഷ്ണ പറയാൻ വയ്യാൻ്റെ ആയി നാവിനും താടിക്കുമൊക്കെ. അപ്പോഴും ആ കുട്ടി പറഞ്ഞ വാക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് തന്ന് വായിക്കുന്നവരെയും കേൾക്കുന്നവരെയും നിർബന്ധിക്കുന്നു ശ്രീമദ് ഭാഗവതം. ഭക്തി പരിശീലനത്തിൽ വേറെ യാതൊരു ഗണനയുമില്ല. അവിടെ ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഹ. അവിടെ വേറെ ഒരു പ്രമാണവും ഇല്ല. പ്രിയതേ അമലയാ ഭക്തിയ ഹരി അന്യത് വിഡംബനം. നിർമ്മലമായിരിക്കുന്ന ഭക്തി അവനവൻ്റെ മനസ്സിൽ നിന്നാണ് നിർഗളിക്കുക. ആ സ്വന്തം മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന അമലഭക്തി ഒഴിച്ച് വേറെ ഒന്നും വേണ്ട ശ്രീഹരിയെ പ്രസാദിപ്പിക്കാൻ. പാൽപ്പായസം വെച്ച് നൈവേദിക്കുക, നിറവറ കൊടുക്കുക, ഇതൊന്നും വേണ്ട. അവിടെ ആവശ്യം നിർമ്മലമായിരിക്കുന്ന ഭക്തി, അവനവൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഹരി സന്തുഷ്ടനാകും എന്ന് പറയാം പ്രഹ്ലാദൻ്റെ ഭാഷയിലൂടെ. വളരെ വിശേഷപ്പെട്ട ഭാഗങ്ങളാണ്. അതുപോലെ ചില സന്ദർഭങ്ങളിലൊക്കെ ദാമ്പത്യവും വിവരിക്കുന്നുണ്ട് ആര്? ശ്രീമദ് ഭാഗവത കർത്താവ്. വളരെ വിശേഷപ്പെട്ട വർണ്ണനകളൊക്കെയാണ്. ഈ കപിലവാസുദേവനെ നമ്മൾ കണ്ടുമുട്ടുന്നത് അങ്ങനെ ഒരു ദാമ്പത്യത്തിൻ്റെ പിന്നിലാണ്. നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിക്കും. കല്യാണം എന്നും ഒരാവശ്യമാണ്. വിവാഹം നമ്മളൊക്കെ ജനിച്ചത് അച്ഛനമ്മമാർ വിവാഹം കഴിച്ചതിൻ്റെ പരിണത ഫലമായിട്ടാണ്. അവരുടെ സ്ഥാനം പിടിക്കാൻ 2 കുട്ടികൾ വേറെ വേണമെങ്കിൽ അവർ ദാമ്പത്യ രൂപത്തിൽ ബന്ധപ്പെടണം, ദാമ്പത്യ പ്രക്രിയയിലും ഏർപ്പെടണം. അപ്പോഴേ ഗർഭാധാനമുണ്ടായി ഒരു കുട്ടിയൊക്കെ ജനിക്കുക അത് സാധ്യമാവുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഗൃഹജീവിതത്തെയോ ഗൃഹസ്ഥധർമ്മത്തെയോ ദാമ്പത്യ ജീവിതത്തെയോ ധിക്കരിക്കരുത്, അതിൻ്റെ പ്രാധാന്യം ചുരുക്കി കാട്ടരുത്. പക്ഷേ ഈ ഗൃഹസ്ഥാശ്രമം എങ്ങനെ നയിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗൃഹസ്ഥനായതുകൊണ്ട് എല്ലാം ചെയ്യാം എന്നർത്ഥമില്ല. ഒരു ബ്രഹ്മചാരി എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഗൃഹസ്ഥൻ. ബ്രഹ്മചാരി ഒറ്റയായിരുന്നു, ഗൃഹസ്ഥരായിരിക്കുമ്പോൾ അവർ 2 ആൾ കൂടി ഒരുമിച്ചിരിക്കുന്നു എന്നർത്ഥം. അവരവരുടെ മനസ്സുകൾ തമ്മിൽ പറഞ്ഞ് മനസ്സിലാക്കി ഉള്ളതും ഇല്ലാത്തതും എല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കണം. ഭർത്താവിന് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു ഭാര്യയാണ് ഒരു ഗൃഹത്തിലെങ്കിൽ അവരുടെ ജീവിതം സുഭഗമല്ല, പൂർണ്ണമല്ല, മറിച്ചു. അപ്പോൾ ഹൃദയം തുറന്ന് അന്യോന്യം വിനിമയം ചെയ്ത് പങ്കിട്ട് നമ്മുടെ മനസ്സിലുള്ള അശുദ്ധികളെല്ലാം നീക്കി ശുദ്ധസമ്പന്നരായി തീരാനുള്ളതാണ് ഈ ഗൃഹസ്ഥ ജീവിതം, ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ. അത് നടക്കുന്നുണ്ടോ എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഈ ദേവഹൂതിയും കർദമ പ്രജാപതിയും കൂടിയിട്ടുള്ള ദാമ്പത്യം വിശേഷപ്പെട്ട ഒരു ദാമ്പത്യമാണ്. നിങ്ങളാരും വിചാരിച്ചു പോയരുത് കല്യാണം കണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താവാം പിടിച്ചു തിന്നാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ പെരുമാറണം. ഇതേവരെ ഒറ്റയ്ക്കായിരുന്നു, ഇപ്പോൾ 2 ആളാണ്. ഞാൻ ചെയ്യുന്നത് എന്തിലും എൻ്റെ പങ്കാളിക്കൊരു പങ്കുണ്ട്.
അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്നതോ അലോലസപ്പെടുത്തുന്നതോ ആയി ഒന്നും ചെയ്യരുത്. അവരുടെ തൃപ്തിയും സന്തോഷവും എല്ലാം ഉൾക്കൊണ്ട് വേണം എല്ലാം ചെയ്യാൻ. ആദ്യമായി ഒരാളെ ഹൃദയത്തിൽ പാർപ്പിക്കാനും തൻ്റെ സർവസ്വവും പങ്കിട്ട് കൊടുക്കാനുമുള്ള ഒരു വിശേഷപ്പെട്ട നിർബന്ധവും അവസരവുമാണ് ഈ ദാമ്പത്യം എന്ന് പറയുന്നത്. അതിന് ദേവഹൂതിയുടെ ഉത്തമ ദാമ്പത്യമാണ് ഈ കപിലവാസുദേവൻ കപിലൻ്റെ ജന്മത്തിലും അതിന് ശേഷമുള്ള കാര്യങ്ങളിലും നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ഈ ഗൃഹസ്ഥാശ്രമം നിങ്ങൾ എത്ര കാലം നയിക്കും എന്നുള്ളതാണ്. വീട് കെട്ടി അവിടെ ഗൃഹസ്ഥനായി താമസിക്കുന്നത് നല്ലതാണ്. കുട്ടികളും വേണമെങ്കിൽ പേരക്കിടാങ്ങളും ഉണ്ടായിക്കോട്ടെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൃഹത്തിൽ തന്നെ വീണ് മരിച്ചോളണം എന്നില്ല. ഗൃഹത്തിൽ നിന്ന് പുറത്തു കിടക്കണം. അതാണ് ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അത് വേണ്ടതുപോലെ നയിക്കാൻ സാധിച്ചാൽ പിന്നെ അവസാനത്തതാണ് സന്യാസം എന്ന് പറയുന്ന ആശ്രമം. അത് നിങ്ങളാരും കൊള്ളുന്നില്ലെങ്കിൽ പിന്നെ ആരാ കൊള്ളുക? അതേ സന്യാസം അതേ എനിക്കുള്ളതല്ല, പിന്നെ ആർക്കാ? നരിക്കും പൂച്ചയ്ക്കും സിംഹത്തിനുമുള്ളതാണോ സന്യാസം? നിങ്ങൾക്കുള്ളതാണത്. സന്യാസം സ്വീകരിക്കാത്ത ഗൃഹസ്ഥന്മാരല്ല. പകുതി ജീവിതമേ നിങ്ങൾ നയിക്കുന്നുള്ളൂ. പകുതി ജീവിതം. മനുഷ്യൻ്റെ പകുതി ജീവിതം വാനപ്രസ്ഥത്തിലും സന്യാസത്തിലുമാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് 120 വയസ്സാണ് പറയുന്നത്. അതിൽ പരമാവധി 60 വയസ്സ് വരെ നിങ്ങൾ വീട്ടിലിരുന്നോളൂ. 60 കഴിഞ്ഞാൽ പിന്നെ വീട് വിടണം. വീട് വിട്ടിട്ട് 2 ഘട്ടങ്ങളാണ്. ഒന്ന് വാനപ്രസ്ഥ ജീവിതം. അത് വേണ്ടതുപോലെ നയിക്കാൻ സാധിച്ചാൽ അവസാനം എല്ലാവർക്കും അഭയവും ആശ്രയവും നൽകുന്ന സന്യാസനിഷ്ഠ. അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങളത് എന്തോന്ന് വിചാരിച്ചിരുന്നാൽ ഞാൻ സമ്മതിക്കില്ല. ആർക്കെടുക്കാനായി ഈ ആശ്രമം? ഞാനൊന്ന് കേൾക്കട്ടെ എന്താണ്. ഇവിടെയാണ് നമ്മുടെ പുരുഷോത്തമ സ്വാമിജിയും മാതാജിയും ഉണ്ടല്ലോ, അവരുടെ ഒരു വിശേഷം. ആ ജീവിതം പ്രത്യേകിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു ജീവിതമാണ്. 3 കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പുരുഷോത്തമ സ്വാമിജി, നിങ്ങൾ സന്യസിക്കാനാണ് തീരുമാനിച്ചതെന്നുണ്ടെങ്കിൽ ഞാനും സന്യസിക്കാൻ പോവാണ്. എനിക്ക് നമ്മുടെ ഈ കളം കൃഷിയും കാര്യങ്ങളും ഒന്നും വേണ്ട. എനിക്ക് 3 കുട്ടികളുണ്ട് എന്നുള്ളത് ശരി, അവരുടെ ചുമതല ഞാൻ വിടില്ല എന്നുള്ളതും ശരി. പക്ഷേ ഞാനും ഇതേ മാർഗത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഏറെ സഞ്ചരിക്കാനും പോകാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് എനിക്ക് കൽക്കട്ടയിലേക്കാണ് എഴുതിയത് അദ്ദേഹം. ആ എഴുത്തിൽ എഴുതിയിട്ടുള്ള വരികൾ പരിപൂർണമായി അർത്ഥവത്താക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അനന്തര നടപടികൾ. അങ്ങനെ പുരുഷോത്തമ സ്വാമിജി, അന്ന് പുരുഷോത്തമ സ്വാമിജി അല്ലല്ലോ, അദ്ദേഹം സന്യസിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ധർമ്മപത്നി ഇടം വലം നോക്കാതെ ഞാനും അതേ മാർഗത്തിലാണെന്ന്. അന്നേ വരെ സ്വഭർത്താവിൻ്റെ കൂടെ ഒരു നിഴൽ പോലെ നടക്കാൻ വ്രതത്തോടു കൂടിയാണ് ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്നത്. ആ സ്വഭാവം ഭർത്താവ് സന്യസിക്കാൻ പോകണമെന്ന് കേട്ടപ്പോൾ അവരതേ രൂപത്തിൽ അതിൻ്റെ പിന്നാലെ ഞാനുമുണ്ട് എന്ന് പറഞ്ഞ് സന്യസിച്ചതാണ്. ഈ 3 കുട്ടികൾ എങ്ങനെയാണ് പഠിച്ചത്? അവർക്ക് പഠിപ്പിലൊരു കുറവും വന്നിട്ടില്ല, വളർച്ചയിലും ഒരു കുറവും വന്നിട്ടില്ല. വിവാഹവും അതാത് കാലത്ത് നടന്നു. ഒരു പെൺകുട്ടി അമേരിക്കയിലാണ്, അമേരിക്കക്കാരി ആയിക്കഴിഞ്ഞു അവൾ. പിന്നൊരു കുട്ടി ഇന്നിവിടെ ഉണ്ട്, രുക്മിണി വന്നിട്ടുണ്ട്, ഇവിടെ എറണാകുളത്താണ്. രാജൻ സാധു പത്മനാഭൻ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹമാണല്ലോ ഇതൊക്കെ നടത്തുന്നത്. ഈ 3 കുട്ടികളും ഇതെങ്ങനെ സാധിച്ചു? അവിടെയാണ് ഈ പുരുഷോത്തമ സ്വാമിജിയുടെ വിശേഷപ്പെട്ട ഒരു വൈഭവം നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിക്കും കുടുംബവും കുട്ടികളും പരാധീനതയും ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെ സന്യസിക്കാം എന്നൊരു ചോദ്യം. സന്യസിക്കാം. സരക്ഷിത രക്ഷതി യോഹി ഗർഭേ. ഗർഭത്തിൽ രക്ഷിച്ചത് ആരോ ആ ആൾ തന്നെയാണ് പുറത്തു വന്നാലും രക്ഷിക്കുന്നത് എന്ന് ശ്രീമദ് ഭാഗവതം ഉറച്ച സ്വരത്തിൽ ഉദ്ഘോഷിക്കുന്നു. അതിവിടെ വളരെ അന്വർത്ഥമാണ്. അപ്പം ആരും വിചാരിക്കരുത് ഗൃഹസ്ഥ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം സഫലമായി എന്ന്. എല്ലാവർക്കും വിചാരം ചാവുന്ന സമയത്ത് ഇത്തിരി വെള്ളം തരണ്ടേ, എന്തെങ്കിലും ഒന്ന് ഊട്ടണ്ടേ, ഒരു ശ്രാദ്ധം എന്നുള്ള പേരിൽ. ശ്രാദ്ധം വേണ്ട എന്നുള്ളൊരു നിലയെത്താൻ തക്ക വിധത്തിൽ നിങ്ങൾ ആത്മജ്ഞാനം നേടിയെടുക്കണം. ഇപ്പോൾ സന്യാസിമാർക്കൊക്കെ ശ്രാദ്ധം ഉണ്ടാവും. ഇപ്പോൾ പുരുഷോത്തമ സ്വാമിജിക്ക് ആരെങ്കിലും ശ്രാദ്ധം കൂട്ടുന്നുണ്ടോ? മാതാജിക്ക് ശ്രാദ്ധം കൂട്ടുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. പലർക്കുള്ള അഭിപ്രായം മരിച്ചു പോയാൽ ശ്രാദ്ധം കൂട്ടണ്ടേ, പിണ്ടം വയ്ക്കണ്ടേ എന്ന്. പിണ്ടം വയ്ക്കാനുള്ള ആവശ്യമേ ഇല്ലാതെയാവുകയാണ് സന്യാസത്തിൽ. അപ്പം അതൊക്കെ നല്ല പോലെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ദേവഹൂതിയുടെ ദാമ്പത്യം വളരെ വിശേഷപ്പെട്ടതൊന്നാണ്. കർദമ പ്രജാപതി വളരെയധികം തപസ്സോടുകൂടി കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന ഒരാളാണ്.
ഈ തപസ് തപസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശരിയായൊരു ധാരണ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തപസ് തപസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം ചെയ്യുന്ന അനുഷ്ഠാനമാണ് ഈ തപസ്. ആ തപസ്സിൽ പിന്നെ വേറെ ഘടകങ്ങളൊന്നും ഉണ്ടാവരുത്. വെളുപ്പാൻ കാലത്ത് നേരത്തെ എണീറ്റ് വന്ന് കുളിച്ചു, കുളത്തിലാണെങ്കിൽ അല്ല വീട്ടിലാണെങ്കിൽ കുളിച്ചു. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ എണീറ്റ് കുളിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ പ്രതിദിനം നിങ്ങൾ ചെയ്യുമ്പോൾ അതൊരു തപസ്സായി. എന്നും ഞാൻ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പ്രസാദം മേടിച്ച് തൊട്ടു വരും എന്നൊരു തീരുമാനമെടുത്ത് മുടങ്ങാതെ നടക്കുകയാണെങ്കിൽ അതൊരു തപസ്സായി. തപസ് തപസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് സ്വയം ചെയ്യുന്നൊരു കാര്യം നമ്മുടെ വ്യക്തിത്വത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഒരു കാലത്തും ഞാൻ പൊളി പറയില്ല എന്ന് പറഞ്ഞ് സത്യം മാത്രം പറയുകയാണെങ്കിൽ അതും ഒരു തപസ്സാണ്. പഴയ കാലത്ത് അതിഥി സത്കാരം സ്വീകരിച്ചിട്ടുള്ള ചിലരുണ്ടായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ താൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള തരത്തിൽ പഴയ കാലത്ത് അതിഥി സത്കാരം ഒരു പൂർണ്ണ വ്രതമായി സ്വീകരിച്ച പല വിശിഷ്ട വ്യക്തികളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതേമാതിരിയുള്ള ഒരു സാഹചര്യം ഇല്ല നമുക്ക്. അവർ വഴിയിൽ ചെന്ന് നിൽക്കും, വഴി കൂടി പോകുന്നവരെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുവരും. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ താൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള വ്രതക്കാരൊക്കെ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രതിദിനം ചെയ്യുന്ന വ്രതമാവാം, ആഴ്ചയിലൊരിക്കലാവാം, മാസത്തിലൊരിക്കലാവാം. എന്തായാലും നിങ്ങൾ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുക, ചില കാര്യങ്ങൾ വിട്ടുകളയുക. ചില കാര്യങ്ങൾ വിട്ടുകളയും. ഏകാദശി ദിവസം പ്രത്യേകിച്ച് ഞാൻ ഒരു നോലുമ്പ് നോൽക്കും, അതും തപസ്സാണ്. എന്തൊക്കെയാണോ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ചെന്ന് ദർശനം കഴിച്ച് ഒരു ധാര നടത്തിച്ചിട്ടേ ഞാൻ വരുള്ളൂ എന്ന് പറയുമ്പോൾ അതും തപസ്സായി. മൗനമിരിക്കും ഞാൻ, അതും തപസ്സാണ്. ഒരിക്കൽ ഒരു തപസ്സാണ്. ഉപവാസമാണെങ്കിൽ അതും തപസ്സാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഉൾക്കൊള്ളുന്നതായ ചില നിഷ്ഠകൾ, അതാണ് ഈ തപസ് തപസ് എന്ന് പറയുക. വാമനൻ ജനിക്കാൻ വേണ്ടി എന്തുണ്ടായി? പയോവ്രതം അനുഷ്ഠിക്കൂന്നാ പറഞ്ഞത്. പയോവ്രതം അനുഷ്ഠിക്കൂന്ന് അവരാരും അറിയാതെ ഒരു തട്ടുള്ള മുറിയുടെ ഉള്ളിൽ പയോവ്രതം അനുഷ്ഠിച്ചു. അവസാനം വാമനൻ ജനിച്ചു. ഇതൊക്കെ ആ വ്രതത്തിൻ്റെ പേരിലാണ്, തപസ്സിൻ്റെ പേരിലാണ്. അപ്പോൾ തപോനുഷ്ഠാനത്തോടു കൂടി കഴിയാണ് കർദമ പ്രജാപതി. വളരെ വലിയ തപസ്വിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കുറേ കഴിഞ്ഞപ്പോൾ തോന്നി തനിക്ക് അനുരൂപയായിരിക്കുന്ന ഒരു പത്നിയെ ലഭിക്കണമെന്ന്. ഈ തപസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത് ഈ തപസ്വികളെല്ലാം വിവാഹം കഴിക്കാത്തവരായിരുന്നുവെന്നോ വിവാഹത്തിൽ അവർ വൈമുഖ്യമുള്ളവരായിരുന്നു എന്നും വിചാരിക്കരുത്. തപസ് വ്യക്തിക്ക് ഒരു അലങ്കാരമാണ്, ധന്യതയാണ്, ഒരു സമ്പന്നതയാണത്. ഒരു കച്ചവടക്കാരനും ആവാം തപസ്, വ്യവസായിക്കും ആവാം തപസ്, വക്കീലിനും ഡോക്ടറിനും ആവാം തപസ്. അങ്ങനെ തപസ്സുള്ളവരൊക്കെ കൂടുതൽ പ്രകാശിക്കും അവരുടെ തൊഴിൽ തുറകളിലെല്ലാം. കർദമ തപോധാമത്തിൽ സ്വായംഭുവ മനു ശതരൂപമാരെയും കൂട്ടിക്കൊണ്ട് ദേവഹൂതിയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ചെന്നു. കർദമ പ്രജാപതിയുടെ ജ്ഞാനം, തപോബലം, അദ്ദേഹത്തിൻ്റെ വിശേഷപ്പെട്ട നിഷ്ഠാനിർഭരമായിരിക്കുന്ന ജീവിതം, ഇതെല്ലാം കേട്ടറിഞ്ഞതിന് ശേഷം സ്വയംഭൂ മനു തീരുമാനിച്ചു ദേവഹൂതിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. നിങ്ങൾ കേൾക്കണില്ലേ ഞാൻ പറയുന്നത്? ഇപ്പം നിങ്ങൾക്കൊക്കെ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുണ്ടാവും. എവിടെയാ? അമേരിക്കയിലാണോ ഉദ്യോഗം? എന്നാ കൊടുക്കാമെന്നാണ്. എന്താ പഠിച്ചിരിക്കണേ? MBA അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇന്നത്തെ സമ്പ്രദായം. അദ്ദേഹത്തിന് എന്താ തോന്നിയത്? നല്ല തപോനിഷ്ഠൻ, തപസ്സമ്പന്നനായ ഒരാൾക്ക് മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഈ തപസ്സുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കിയൊന്നും ഇല്ല എന്നർത്ഥമില്ല. തപസ്സാണ് അവിടെ പ്രധാനം. ഇന്നും നിങ്ങളുടെ തപസ്സാണ് നിങ്ങളെ രക്ഷിക്കുക. ഒരു ആൾ വ്യവസായം നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ വ്യവസായത്തിൽ അയാൾക്ക് നല്ല നേട്ടം വേണം, ശാശ്വതമായ നേട്ടം, നീണാൽ നിൽക്കുന്ന നേട്ടം വേണമെങ്കിൽ അതിൽ മൂല്യങ്ങളും വാല്യൂസ് ഉണ്ടാവണം. അപ്പോഴേ ശരിയാവുള്ളൂ. ആദ്യമായി ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, ആ ജോലി ചെയ്യുന്നവരുടെ മംഗളം അഭിലഷിക്കുന്നവനാവണം വ്യവസായ മേധാവി. അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം, നല്ല പോലെ വളർത്തി കൊണ്ടുവരണം. അവർ നൽകുന്ന സേവനമാകട്ടെ, സമ്പന്നങ്ങൾ വസ്തുക്കളാകട്ടെ, ആ വസ്തുക്കളെല്ലാം ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടാവണം, ഉപയോഗിക്കുന്നത് സന്തോഷത്തോടു കൂടിയാവണം. അങ്ങനെ ഉപഭോക്തൃ സേവനം, ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പരിരക്ഷണം, അവരുടെ കുട്ടികളുടെ അഭിവൃദ്ധി,
ഇതെല്ലാം കണക്കിലെടുക്കുന്ന വ്യവസായമാണ് ശരിക്കും മുൻപോട്ട് വന്ന് കൂടുതൽ കൂടുതൽ ഔന്നത്യത്തിലേക്ക് പോവുക. വ്യവസായം നടത്തുന്നത് ഒരാവശ്യമാണ്, സമാജത്തിൻ്റെ ആവശ്യമാണ്. അതൊരു ലാഭത്തിനുള്ള ഒരു പ്രയത്നമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. വ്യവസായം നടത്തുമ്പോൾ നമ്മൾ എത്ര ചെലവ് ചെയ്യുന്നുവോ അത് വിട്ട് ഒരു 10-20% കൂടുതൽ അതിൽ വരുമാനം ഉണ്ടാവണം, അപ്പോഴേ നടക്കുള്ളൂ. ആ വരുമാനം ഒരു പങ്ക് പങ്കാളികൾ തൊഴിലാളികൾക്ക് കൊടുക്കണം, ഒരു പങ്ക് തനിക്ക് വച്ചോട്ടെ, പിന്നെ ഒരു പങ്കോ ആ സ്ഥാപനം വലുതായി വികസിക്കാൻ വേണ്ടി കൊടുക്കണം, പിന്നെ ഒരു പങ്കോ സാധാരണ വടക്കേ ഇന്ത്യയിൽ ഗുജറാത്തിലൊക്കെയുള്ള സമ്പ്രദായമാണ്. ആശ്രമങ്ങളോ മഠങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കാണ് ഒരു 25% ഓഫ് പ്രോഫിറ്റ് കൊടുക്കുക. അവരുടെ ഒരു നിർബന്ധം അത്. അങ്ങനെയുള്ള ചില വ്രതങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തുവരും, ആ വ്യവസായങ്ങളൊക്കെ വളരെ നന്നായി ശോഭനമായി നടക്കും. വളരെ വിശേഷപ്പെട്ടതാണ്. നാരദ മഹർഷി ഈ കർദമ പ്രജാപതിയുടെ തപസ്സും അദ്ദേഹത്തിൻ്റെ യോഗ്യതകളുമെല്ലാം വിവരിച്ച് കേട്ടപ്പോൾ നമ്മളുടെ മകളുണ്ടല്ലോ, ദേവഹൂതിയുടെ മനസ്സിലും ഈ കർദമ പ്രജാപതിയോട് വിവാഹ സംബന്ധമായ ഒരു ആകർഷണമുണ്ടായി. സാധാരണ ഒരു പെൺകുട്ടി ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ പറയും, കവി പറഞ്ഞിരിക്കുകയാണ്, ജാതേ തു കന്യാ മഹതീ വിചിന്ത കസ്മൈ പ്രദേയേതി മഹാൻ വിതർക്കഃ ദത്താസുഖം യാസ്യതി വാനവേദി കന്യാപിതൃത്വം ഖലു നാമ കഷ്ടം. ഒരു പെൺകുട്ടിക്ക് അച്ഛനായിരിക്കുക എന്ന് പറഞ്ഞാൽ ആവലാതിക്ക് വിധേയനാവുക എന്ന അർത്ഥം. പെൺകുട്ടി ജനിച്ചാൽ തുടങ്ങും ഈ കുട്ടിയെ വേണ്ടതുപോലെ വളർത്തണമല്ലോ. ഇന്നത്തെ കാലത്ത് വളർത്തുന്നത് ബുദ്ധിമുട്ടുള്ളതുമാണ്, എവിടെ നോക്കിയാലും ഉപദ്രവങ്ങളാണ്. അപ്പോൾ അപകടം വരാതെ നല്ല പോലെ വളർത്തി കൊണ്ടുവരണമല്ലോ എന്നുള്ളൊരു ആവലാതി, ഉത്കണ്ഠയേക്കാൾ ഏറെ ആവലാതിയാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടുവരും. എന്താ, ആർക്കാ കൊടുക്കുക? കൊടുത്താൽ ഇവൾ സുഖമായിട്ട് ഇരിക്കുമോ എന്നിങ്ങനെ ആലോചിച്ച് കന്യാപിതൃത്വം ഖലു നാമ കഷ്ടം. ഒരു പെൺകുട്ടിക്ക് അച്ഛനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കഷ്ടമുള്ള കാര്യമാണെന്നാണ് കവി പറയണത്. അപ്പോൾ ഈ ദേവഹൂതിയെ വേണ്ടതുപോലെ കല്യാണം കഴിച്ച് കൊടുക്കണമല്ലോ എന്നുള്ളൊരു വിചാരം സ്വയംഭൂ മനുവിന് വല്ലാത്തൊരു ആവലാതിയായി. പലയിടങ്ങളിലും പോയി പലരെയും കുറിച്ച് അന്വേഷിച്ച് നോക്കി, ഒന്നും പ്രയോജനമുണ്ടായില്ല. അവസാനം വന്നതാണ് കർദമ പ്രജാപതിയുടെ അടുക്കലേക്ക്. ശതരൂപന്മാരെയും മകളെയും കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് കണ്ട് നല്ല പോലെ മനസ്സിലാക്കി ആ കുട്ടി അവളെ ഏൽപ്പിച്ച് അങ്ങോട്ട് പോവേ. ആ പോകുന്ന സമയത്ത് വിവാഹിതയായി പറഞ്ഞ് കൊടുത്തിട്ട് പോവുകയാണല്ലോ. അപ്പോൾ അച്ഛനും മകളൊക്കെ കെട്ടിപ്പിടിച്ച് വല്ലാതെ അദ്ദേഹം കരഞ്ഞ കണ്ണീര് കൊണ്ട് ഈ മകളുടെ തലമുടിയാകെ നനഞ്ഞു എന്നാണ് പറയണത്. അത്രയ്ക്കധികം ആ വൈകാരികമായ പ്രതികരണമുണ്ടായി. അവർ പോയി. പിന്നെ ദേവഹൂതി കർദമ പ്രജാപതിയോടുകൂടി അവരുടെ ജീവിതം ആരംഭിക്കുകയാണല്ലോ. ഇന്നത്തെ മാതിരി വലിയ കയമായിട്ട് സദ്യയൊക്കെ 1000-1500 ആൾക്കാർക്ക് ബുക്ക് ചെയ്ത് അങ്ങനെയൊന്നുമല്ല. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു യുവാവും ഒരു യുവതിയും കൂടിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സ്വഭാവമാണ്. അതിൻ്റെ തുടക്കം എങ്ങനെ വേണമെങ്കിലാവാം. അപ്പോൾ ഇത് തപസ് ചെയ്യുന്ന കർദമ പ്രജാപതിയുടെ അടുക്കൽ എല്ലാവരും കൂടി വന്ന് മകളെ ഏൽപ്പിച്ചു കൊടുത്ത് അവരൊരു പോക്കാ പോയി. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? സ്വന്തം ഗൃഹം വിട്ട ഭർതൃഗൃഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ആ വന്ന പെൺകുട്ടിയെ വേണ്ടതുപോലെ നോക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയാണ്. അതിനൊരാൾ പറയൊന്നും വേണ്ട, സങ്കടപ്പെടുത്താതെ വിഷമിപ്പിക്കാതെ വേണ്ടതുപോലെ നോക്കണം. സ്വന്തം ഗൃഹമല്ല, അത് വിട്ട് പുതുഗൃഹത്തിൽ വന്നിരിക്കുകയാണ്. പരിചയക്കേടൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണ്ടതുപോലെ നോക്കണം. അതോ ഭജിഷ്യേ സമയേന സാധ്വീം യാവത്തേജോ ബിഭ്രയാദ് ആത്മനോ മേ അതോ ധർമാൻ പാരമഹംസ്യ മുഖ്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ അവിഹിംസ്രാൻ. കർദമ പ്രജാപതി ദേവഹൂതിയോട് പറയുകയാണ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കിതൊക്കെ കേൾക്കണോ? അതോ ഭജിഷ്യേ സമയേന സാധ്വീം യാവത്തേജോ ബിഭ്രയാദ് ആത്മനോ മേ അതോ ധർമാൻ പാരമഹംസ്യ മുഖ്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ അഭിഹിംസ്രാൻ. ആദ്യമേ നോട്ടീസ് കൊടുത്തു. എന്ത്? ഞാൻ നിന്നോടുകൂടി സ്നേഹപൂർവം ജീവിക്കാം, പക്ഷേ ഇതുവരെ യാവത്തേജോ ബിഭ്രയാദ് ആത്മനോ മേ,
ഞാൻ മൂലം നിന്റെ ഗർഭത്തിൽ എൻ്റെ തന്നെ ഒരു സന്താനം ഉണ്ടായി. ആ സന്താനം വരുന്നത് വരെ ഞാൻ നിൻ്റെ കൂടെ ജീവിക്കാമെന്നാണ്. അപ്പം തന്നെ നോട്ടീസ് കൊടുത്തു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശ്രീമദ് ഭാഗവതം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ദാമ്പത്യത്തിൻ്റെ സ്വഭാവമാണ് ഇവിടെ പറയുന്നത്. അതുവരെ ഞാൻ കൂടാം. അത് കഴിഞ്ഞാലോ? അതോ ധർമാൻ പാരമഹംസ്യമുഖ്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ അവിഹിംസ്രാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഗൃഹത്തിൽ തന്നെ ദാമ്പത്യത്തിൽ കുടുങ്ങി അങ്ങോട്ട് കഴിഞ്ഞുകൂടുന്ന ആളല്ല. ധർമാൻ പാരമഹംസ്യമുഖ്യാൻ, പരമഹംസന്മാർക്ക് വിധിച്ചിട്ടുള്ള ധർമ്മമൂല്യങ്ങളും സിദ്ധാന്തങ്ങളുമുണ്ട്. അതെല്ലാം അനുസരിച്ച് തപസ് ചെയ്ത് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് മനോമണ്ഡലത്തിലും ബുദ്ധിതലത്തിലുമെല്ലാം കിടന്ന് ആ ആത്മവൈഭവം നുകർന്ന് അങ്ങനെ തന്നെ എൻ്റെ ശരീരം പോവാൻ പറ്റിയ തരത്തിൽ ഞാൻ നിന്നെയും നിൻ്റെ കുടുംബത്തിനെയും വിട്ട് വനത്തിലേക്ക് പോയി ഏകാന്തതയിൽ കഴിച്ചു കൂട്ടും. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഗൃഹസ്ഥാശ്രമം പകുതിയേ ആയുള്ളൂ, അവിടുന്ന് അങ്ങോട്ട് രണ്ടെണ്ണുണ്ടത്. കർദമ പ്രജാപതി പറയാണ്, ശുക്ലപ്രോക്താൻ ബഹുമന്യേ അവിഹിംസ്രാൻ. ഈശ്വരൻ തന്നെ, നമ്മുടെ പൂർവികർ തന്നെ പറഞ്ഞു ധരിപ്പിച്ചിട്ടുള്ള മൂല്യങ്ങളുണ്ട് ഇവിടെ. ആ മൂല്യങ്ങളുടെ ചുവട് പിടിച്ച് ഞാൻ പോവാണ്. ഒരു വിധത്തിലും ഒരാൾക്കും ഉപദ്രവമില്ലാത്ത ഒരു ജീവിതമാണ് സന്യാസിയുടെ ജീവിതം. ആ ജീവിതം നയിക്കാൻ വേണ്ടി ഞാൻ പോകും. യതോ അഭവത് വിശ്വമിദം വിചിത്രം സംസ്ഥാസ്യതേ യത്ര ച വാ അവതിഷ്ഠതേ പ്രജാപതീനാം പതിരേഷമഹ്യം പരം പ്രമാണം ഭഗവാൻ അനന്തഃ. യതോ ഭവത് വിശ്വമിദം വിചിത്രം സംസ്ഥാസ്യതേ യത്ര ച വാവതിഷ്ഠതേ പ്രജാപതീനാം പതിരേഷമഹ്യം പരം പ്രമാണം ഭഗവാൻ അനന്തഃ. വിവാഹിതരായിരിക്കുന്ന നിങ്ങൾ ഞാൻ ഈ പറയണത് എങ്ങനെ കേൾക്കണമെന്നൊന്ന് എന്നോട് പറയണം, ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ കേട്ടോ. യതോ അഭവത് വിശ്വമിദം വിചിത്രം. എന്തിനാ അങ്ങനെ പോണത്? എന്നെ കല്യാണം കഴിച്ചാൽ നമുക്ക് രണ്ടാൾക്കും കൂടി ഇരിക്കുക. എന്നിട്ട് പോണ ചോദ്യം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്. എന്താ കാരണം? യതോ അഭവത് വിശ്വമിദം വിചിത്രം. ഈ വിശ്വം മുഴുവൻ എങ്ങനെയാണ്, എവിടുന്നാണ് ഉണ്ടായത്? സംസ്ഥാസ്യതേ യത്ര ച വാ അവതിഷ്ഠതേ. ഇതെവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണോ? എവിടെയാ? സത്രശാല. ഈ സത്രശാല എന്ന് പറയുന്നത് എന്താ? പാറളിക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ പണ്ട് അരിക്കണ്ടമായിരുന്ന ഒരു സ്ഥലമാണ്. തച്ചനാത്തുകാവ് ക്ഷേത്രത്തോട് അനുബന്ധിച്ച് കിടക്കുന്നത്. കൊല്ലത്തിലും പൂരവും വേലയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം. എവിടെയാണ് ഈ പാറളിക്കാട്? തൃശ്ശൂർ ജില്ലയിൽ, അതോ കേരള സംസ്ഥാനത്തിൽ? കേരള സംസ്ഥാനം ഭാരതം എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിൽ, അതോ ഏഷ്യയിൽ? പിന്നെയോ ഭൂമിയിൽ? ഭൂമിയോ? ആലോചിക്കണ്ടേ? മനുഷ്യന് ബുദ്ധിയുണ്ടല്ലോ. അപ്പം നമ്മളിവിടെ ഈ ഇരിക്കുന്ന സ്ഥലം ഭൂമിയുടെ തലമാണ്. അപ്പം ഭൂമി എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു ചോദ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഭൂമി എവിടെയാണ് നിൽക്കുന്നത്? ചുറ്റും വായുവാണ്. വായുവിന് ചുറ്റും അന്തരീക്ഷമാണ്. അവിടെ ഒന്നുമില്ല, ശൂന്യമാണ്. അങ്ങനെ ശൂന്യാന്തരീക്ഷത്തിൽ കയറില്ലാതെ ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഭൂമി. ഇങ്ങനെ എമ്പാടും അളവില്ലാതെ, അതിർത്തിയില്ലാതെ, ഒരു തരത്തിലും ഗണിച്ച് നിരൂപിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ മുൻപിൽ ഇങ്ങനെ പ്രതിഭാസിക്കുന്ന പ്രപഞ്ചമുണ്ടല്ലോ. ഈ പ്രപഞ്ചം എവിടുന്നാണ് ഉണ്ടായത്? എവിടെയാണ് ഇത് നിൽക്കുന്നത്? എവിടെയാണ് ഇതിൻ്റെ പര്യവസാനം, വിലയം എന്ന് മനസ്സിലാക്കി പ്രജാപതീനാം പതിരേഷമഹ്യം പരം പ്രമാണം ഭഗവാനനന്തഃ. അങ്ങനെ എല്ലാറ്റിനെയും താങ്ങി പ്രതിഭാസിപ്പിച്ച് അതിൽ പല വിധത്തിലുള്ള വൈവിധ്യങ്ങൾ പ്രകടമാക്കി പരിലസിപ്പിച്ച് നിൽക്കുന്ന ഒരു പരമപ്രമാണമായ ഭഗവാൻ അനന്തനുണ്ടപ്പ. ആ അനന്തനാണ് എനിക്ക് ആശ്രയം, എൻ്റെ മനസ്സിനുള്ളത്. അത് വിട്ട് ഒന്നും എനിക്കിവിടെ ആവശ്യമില്ല. നമ്മളെല്ലാവരും അതിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. ആ ആശ്രയത്തെ എത്രയും വേഗം അല്ലെങ്കിൽ എത്രയും വൈകിട്ട് മനസ്സിലാക്കിയോ അത്രയും നല്ലത്.
ആ ഭഗവാനെ തള്ളിക്കളഞ്ഞിട്ട് ഇവിടെ വേറെ ഒരു ചോദ്യമില്ല, ഒരു ശിശുത്വമില്ല, ഒരു യുവത്വമില്ല, ഒരു ഗാർഹസ്ഥ്യമില്ല, ഒരു സന്യാസമില്ല, ഒരു വാനപ്രസ്ഥമില്ല. എല്ലാം തന്നെ നിൽക്കുന്നത് ഈ അനന്തനായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ചാണ്. അതാണ് എനിക്ക് പരമപ്രമാണം എൻ്റെ ജീവിതത്തിൽ. അല്ലാതെ ഒരു ഭാര്യയോടുകൂടി അങ്ങനെ നീണാൾ വാഴുന്നതല്ല, കുട്ടികൾക്ക് പിതൃത്വം നൽകി അങ്ങനെ വാഴുന്നതല്ല. അല്ല അല്ല അല്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ അഭിലഷിക്കുന്നത് അനന്തനായിരിക്കുന്ന ഈ ഭഗവാനെ എൻ്റെ മനസ്സിൽ പേറി പേറി നടക്കണം, അദ്ദേഹത്തോടു കൂടി യോജിക്കണം, ലയിച്ചു ചേരണം. അതായിരിക്കണം ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിൽ ഒഴിവായി കുറഞ്ഞതൊന്നും എനിക്ക് സമ്മതമല്ല എന്നിങ്ങനെ മുമ്പേ പറയുന്നു. ആര്? ഈ കർദമ പ്രജാപതി. നിങ്ങളോട് ഇങ്ങനെ നിങ്ങളുടെ ഭർത്താവ് സംബന്ധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസം ഡൈവോഴ്സിന് പുറപ്പെടും. ആലോചിച്ച് നോക്കൂ. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ എന്നും ദാമ്പത്യ, കുട്ടികൾക്ക് പിതൃത്വം എന്ന് പറഞ്ഞാൽ എന്നും പിതൃത്വ. ഞങ്ങളുടെ ആശ്രമത്തിൽ നല്ല ദമ്പതികൾ പ്രായമായിട്ടുള്ള ഒരു കൂട്ടർ വന്നു. സ്വാമിജി, ഞങ്ങൾക്കുള്ള വിഷമം, അവർക്ക് വേണ്ടത്ര പണമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്, 2-3 കുട്ടികളുമുണ്ട്. അവർ ഒരു മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ ഒന്ന് ടെലിഫോൺ ചെയ്ത് ഞങ്ങൾക്കൊക്കെ സുഖം തന്നെയെന്ന് ഞങ്ങളെ അറിയിക്കണില്ല. അപ്പം ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ വേണ്ടാത്തവരായിരുന്നു. ഇനി ഞങ്ങളെങ്ങാനും വിളിച്ചാൽ അവർ മിണ്ടറുമില്ല, ഞങ്ങൾ വിളിച്ചാൽ മിണ്ടറുമില്ല, അവരായിട്ട് വിളിക്കണമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളും തിരക്കോടുകൂടി ഇരിക്കും, അവരിങ്ങോട്ട് വിളിക്കത്തക്ക വിധത്തിൽ നിങ്ങളും തിരക്കായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പാട്ടിലിരിക്കും. ചിരിച്ചുകൊണ്ട് പറയുക, അതന്നെ അപ്പം ഞങ്ങൾ ചെയ്യാൻ പുറപ്പെടണേന്ന്. നോക്കൂ, കുട്ടികൾ വിളിക്കണില്ല എന്ന്. എന്താ? അവർ നന്നായിരിക്കണം, അവർക്കൊരു കുഴപ്പമില്ല, ഭാര്യയും ഭർത്താവും കുട്ടികളുമായിട്ട് നന്നായിരിക്കണം അവർ. അപ്പോൾ എന്തിനാ അച്ഛനമ്മമാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണത്? വല്ല വിഷമവും വന്നാൽ വിളിച്ചാൽ പോലെ എന്നാണ് അവരുടെ അഭിപ്രായം. ഇവർക്ക് അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കണത്രേ, വേറെ ഒന്നും ജോലിയില്ലല്ലോ, പിന്നെ എന്താ ചെയ്യുക? മക്കൾ വിളിച്ചു എന്നൊരു തോന്നൽ വേണം. നോക്കൂ, ഇതാണോ ദാമ്പത്യ ജീവിതം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം കർദമ പ്രജാപതി പറയാണ്, പ്രജാപതീനാം പതിരേഷമഹ്യം പരം പ്രമാണം ഭഗവാൻ അനന്ത. ഇത് അപ്പം തന്നെ പറഞ്ഞതാ. അവരെല്ലാവരും പോയിക്കൊഴിച്ചു, കൂട്ടിക്കൊണ്ടുവന്നവർ. ദേവഹൂതി ഇതൊക്കെ കേട്ടിട്ട് ഇത് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ ആഗതന്മാരും ഉണ്ടായിരുന്നു. ദേവഹൂതി ഭർത്താവിനെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചു. അവർ തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് പറയണേ? പാർവതീ പരമേശ്വരന്മാരെ പോലെ. പാർവതി എങ്ങനെ പരമശിവനെ ശുശ്രൂഷിച്ചോ അതേപോലെ ശുശ്രൂഷിച്ചു. അപ്പം ഭാര്യ ഭർത്താവിനെ പരമേശ്വരനാക്കി, അവർ പാർവതിയുമായി. അങ്ങനെ പാർവതീ പരമേശ്വരന്മാർ തമ്മിൽ എങ്ങനെ യോജിച്ചിരുന്നുവോ അത്ര ഭംഗിയായിട്ടിരുന്നു. ഈ പാർവതീ പരമേശ്വര ദാമ്പത്യത്തെ പറ്റി കാളിദാസൻ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. വാഗർത്ഥാവിവ സംവൃത്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഈ പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള യോജിപ്പുണ്ടല്ലോ, ഇണക്കം, അതെങ്ങനെ എന്ന് ചോദിച്ചാൽ വാഗർത്ഥാവിവ. ഒരു വാക്കും ആ വാക്കിലുള്ള അർത്ഥവും എങ്ങനെ, ആ പാരസ്പര്യം എത്രയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ നിന്ന് അതിൻ്റെ അർത്ഥത്തിനെ അടർത്തിയെടുക്കാൻ സാധിക്കില്ല. വാക്കും അർത്ഥവും ഒരുപോലെ യോജിച്ചിരിക്കുന്നതാണ്. ഇപ്പം രാമഃ എന്ന് പറഞ്ഞാൽ രാമൻ, എന്താ അതിനർത്ഥം? രമിപ്പിക്കുന്നവൻ രാമൻ. ആ അർത്ഥത്തിനെ അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ പരമേശ്വരനിൽ നിന്ന് പാർവതിയെ അടർത്തിയെടുക്കാനോ പാർവതിയിൽ നിന്ന് പരമേശ്വരനെ അടർത്തി നിർത്തി കൊണ്ടുപോകാനോ സാധിക്കില്ല. അങ്ങനെ യോജിച്ചിരിക്കുന്ന അവരെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും നല്ല കുടുംബങ്ങളിലൊക്കെ അവരുടെ ഈ മംഗല്യസൂത്രം ഉണ്ടല്ലോ, അതിൽ ശിവലിംഗമൊക്കെയാണ് തൂക്കി വയ്ക്കുക. ആ പാർവതീ പരമേശ്വരന്മാരുടെ ദാമ്പത്യമാണ് അവർക്ക് പ്രമാണം. അവരുടെ ഈ നപ്ഷ്യൽസൊക്കെ നടത്തുമ്പോൾ പാർവതിയും പരമേശ്വരനും എങ്ങനെ കഴിഞ്ഞു എന്നുള്ള പാട്ടുകളാണ് നാടോടി രൂപത്തിലൊക്കെ പാടി ആ ദമ്പതികളെ കേൾപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ വളരെ ദിവ്യമായ ഒരു പ്രവേശമാകണം. അത് കൂടുതൽ ദിവ്യമായിരിക്കണം അവരുടെ ജീവിതവും. അതിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങളും അതുപോലെ ആവണം. അതാണ് ഇപ്പോൾ ഈ ഇക്ഷ്വാകു കുലത്തിലൊക്കെ എത്ര തലമുറ കഴിഞ്ഞു,
ആ തലമുറയിലൊക്കെ നല്ല നല്ല കുട്ടികൾ എത്രയോ തലമുറകളായിട്ട് നല്ല കുട്ടികളാണ്. എന്താ കാരണം? അവരുടെ തപസ്സും നിഷ്ഠയും വ്രതവുമാണ് അതിൻ്റെ പിന്നിൽ. ഇത് കല്യാണം കഴിച്ചു, അങ്ങോട്ട് പോയി ഹണിമൂണിന് ഇങ്ങോട്ട് പോയി, അതിൻ്റെ ഇടയിൽ ആർക്കറിയാം ഗർഭം ധരിച്ചു എന്നാ തോന്നണേ. ഡോക്ടറോട് ചോദിക്കുമ്പോൾ പറയും. നമ്മളാരും അറിയില്ല. ഇതെന്ത് ഗ്രഹപ്പഴയപ്പം അത്? ദാമ്പത്യം എന്ന് പറഞ്ഞാൽ വളരെ സങ്കല്പത്തോടു കൂടി നടത്തേണ്ടതാണ്. ഗർഭാധാനം എന്ന് പറഞ്ഞാൽ ഓടി വന്ന് അറിയാതെ ഉള്ളിൽ കിടന്ന് കൂടാനൊന്നും പറ്റില്ല. ഗർഭാധാനം വേണോ എന്നാൽ നിശ്ചയിക്കൂ, അതിനൊരു ദിവസം തിരഞ്ഞെടുക്കൂ. ചുരുങ്ങിയത് 15 ദിവസം ഇല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും അതിന് വേണ്ടത്ര വ്രതം അനുഷ്ഠിക്കുക, കൂടുതലുമാകാം. അങ്ങനെ വ്രതമൊക്കെ അനുഷ്ഠിച്ച് ഇരുവരും മനസ്സിലാക്കി മനഃപൂർവ്വതയോടുകൂടി ഒരു ദിവസം അതിനനുസരിച്ച സങ്കല്പത്തോടു കൂടി ഒരു സംഗമം നടത്തി അതിലൊരു ഗർഭം ഉണ്ടാവുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഗർഭാധാനത്തിന് മുൻപ് തന്നെ മനസ്സവിടെ പ്രവേശിച്ചു കഴിഞ്ഞു. ഇതാ ഗർഭാധാനം നടത്താൻ പോവാണ്. ആ ഒരു വിചാരം തന്നെ ശരീരത്തിൽ ആസകലം മാറ്റം വരുത്തും. അപ്പോൾ പിന്നെ ആ കുട്ടിയെ പറ്റിയാവും വിചാരം. എന്തിനാ അങ്ങനെ? ആ കുട്ടി നന്നാവണം. എങ്ങനത്തെ കുട്ടിയാ? ആ കുട്ടിയുടെ യോഗ്യത എന്തായിരിക്കണം? വേണ്ടി വന്നാൽ 4 ആളോട് ചോദിക്കും. ഞങ്ങൾ ഗർഭാധാനത്തിന് പുറപ്പെടുന്നു, പക്ഷേ കുട്ടിയെ പറ്റിയിട്ട് എന്താ വിചാരിക്കുക? എങ്ങനത്തെ ശിശുവാവണം? ആ ശിശുവിന് ഉണ്ടാവേണ്ട ഗുണവിശേഷം എന്താ? ഇങ്ങനെ ആലോചിച്ച് മനഃപൂർവ്വതയോടുകൂടി വേണം ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ.